ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും അമ്മയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. നമ്മൾ ചായ ഇട്ടതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഏത്തപ്പഴം നാണ്ടി പുഴുങ്ങി, ഗോതമ്പ് പുട്ട് കുറച്ച് പുഴുങ്ങി, പഞ്ചാരയുണ്ട്. അപ്പം ഞാൻ ഈ പുട്ടും പഴവും പഞ്ചാരയും നമുക്ക് കഴിക്കാം. നിങ്ങളൊക്കെ രാവിലെ കഴിച്ചോ? നല്ല പഴുത്ത പഴം എടുത്തിട്ട് ചൂടുണ്ടേ. അപ്പോൾ എനിക്കിങ്ങനെ ഈ ഗോതമ്പ് പുട്ട് ഇങ്ങനെ കട്ടയ്ക്ക് കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഇത് മിക്സിയിലിട്ട് പൊടിച്ചാൽ നല്ല സ്പോഞ്ചാവും, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ചൂട് ഏത്തപ്പഴം തൊടാൻ വയ്യ. ഇപ്പം എടുത്തതേ ഉള്ളൂ. ചൂട് ഏത്തപ്പഴം. നമുക്ക് ഇച്ചിരി ഏത്തപ്പഴവും തേങ്ങയും പഞ്ചാരയും എല്ലാം കൂടി ഇട്ടിട്ട് എവിടെ കഴിക്കാം. നിങ്ങളൊക്കെ കഴിച്ചോ രാവിലെ? ഞാൻ ചായ കഴിക്കട്ടെ. നമുക്ക് കുറച്ച് ചിക്കൻ മസാല പൊടിച്ച് വെക്കാം. കുറച്ച് സാമ്പാർ പൊടിയും പൊടിക്കാം. ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇടാം, ബീഫിനും എല്ലാത്തിനും എല്ലാ കറിക്കും ഇടാം. അതൊരു മസാല പൊടിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സാമ്പാർ പൊടി പൊടിക്കാം. അപ്പോൾ സാമ്പാർ പൊടി പൊടിക്കാനായിട്ട് ഞാൻ എടുത്തേക്കെന്ന് പറഞ്ഞാൽ കുറച്ച് അരി, കുറച്ച് ജീരകം, കുറച്ച് സാമ്പാർ പരിപ്പ്, കുറച്ച് കുരുമുളക്, കുറച്ച് ഉലുവ. പിന്നെ അതിൻ്റെ കൂടെ എടുത്തേക്കുന്നത് ഇച്ചിരി തോനെയും കറിവേപ്പില ആണെങ്കിലേ നല്ല മണം കിട്ടത്തുള്ളൂ. കറിവേപ്പില, പിന്നെ കഴുകി ഉണക്കിയ നല്ല മല്ലി, കുറച്ച് മുളക്. ഇത്രയും ആദ്യം ഞാൻ സാമ്പാർ പൊടിക്ക് എടുക്കുന്നത്. ചിക്കൻ മസാല പൊടിക്കാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക്, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ജാതിക്ക പൊടിച്ചത്, ഏലക്ക, പെരുംജീരകം എല്ലാം കൂടെ മിക്സഡ്, പിന്നെ പട്ട, 2 സ്പൂൺ സാമ്പാർ പരിപ്പ്, പിന്നെ കുറേ കറിവേപ്പില, മല്ലി, മുളക്. പിന്നെ സാമ്പാർ പൊടിക്ക് പ്രത്യേകം എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ കായം. ആ കായം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സാമ്പാർ പൊടിക്കുള്ളത് വറുത്ത് മാറ്റാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കറിവേപ്പില. ഈ കറിവേപ്പില നല്ലോണം കഴുകി ഉണക്കിയതാണ്. എന്നാലത് നല്ലോണം നമുക്ക് ഉണക്കി ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് വേണം ഇടാൻ. കാരണം കറിവേപ്പില നമ്മൾ എത്രത്തോളം ഇടുന്ന അത്രത്തോളം മണമാണ്. അതാണ് ഈ കറിവേപ്പിലയാണ് ഇതിൻ്റെ ഹൈ മണം. ഇത് നല്ല വീട്ടിലെ കറിവേപ്പില ആയതുകൊണ്ട് അടിപൊളി മണമായിരിക്കുമേ. നല്ല സൂപ്പർ മണമുള്ള കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം കറിവേപ്പില ഒരെണ്ണം പോലും കളയാൻ തോന്നുന്നില്ല. കറിവേപ്പില നമുക്ക് ആദ്യം മൂപ്പിക്കുകയല്ല വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അല്ലാതെ ഓരോന്നോരോന്ന് നമുക്ക് വറുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറിന് കുറച്ച് ചോറ് വെക്കാനായിട്ട് അരി ഇട്ടിട്ടുണ്ട്. ഗ്രാമ്പൂവും പട്ടയും ഏലക്കയൊക്കെ ഇട്ട് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാന്താരി ചിക്കൻ ബിരിയാണി വെക്കാനായിട്ടാണേ. അപ്പോൾ അരി അവിടെ കൊണ്ടൊന്ന് വേവട്ടെ. ഇപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനേ. അപ്പോൾ ഇത് സാമ്പാറിനുള്ള എല്ലാം ഞാൻ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് വേണം പിന്നെ ചിക്കൻ മസാലയുടെ മൂപ്പിക്കാൻ. നമ്മൾ ആദ്യം സാമ്പാറിൻ്റെ നമ്മൾ വീട്ടിൽ പിടിപ്പിച്ച് വെച്ചാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റും. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം പൊടിക്കാൻ നേരത്ത് നമ്മൾ സാമ്പാർ പൊടിക്കാത്തും ചിക്കൻ മസാലയ്ക്ക് നമ്മൾ മഞ്ഞൾ ചേർക്കും. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചേർക്കത്തില്ല. അപ്പോൾ ഇത് പൊടിയട്ടെ, മൂക്കട്ടെ. നല്ല മൂക്കണം. മൂത്താലേ അതിൻ്റെ ആ ഒരു ലതി ചീത്തയിക്കും. വെള്ളമയം നല്ലോണം പോകണം. കണ്ട ഇത്രയും ഇത്രയും ഉള്ളു കറിവേപ്പില. പക്ഷെ കറിവേപ്പില ഇടുമ്പോഴാണ് സാമ്പാർ പൊടിയുടെ മണവും ടേസ്റ്റും. അപ്പോൾ പിന്നെ സാമ്പാർ വെക്കാൻ നേരത്തെ ഇതിനകത്തുനിന്ന് ഒരു 2 സ്പൂണോ 3 സ്പൂണോ ഇട്ടിട്ട് നമ്മൾ സാമ്പാറിനനുസരിച്ചിട്ടിട്ട് ഒരു സ്വല്പം മുളക് പൊടി മാത്രം ഇട്ടാൽ വേറെ ഒന്നും ഇടണം. മൂക്കട്ടെ. അപ്പോൾ കറിവേപ്പില മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ കറിവേപ്പില കൂടെ തട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലി മൂപ്പിച്ചെടുക്കാം. നമ്മൾ മല്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കേ. മല്ലി നല്ല മൂക്കണം. കരിഞ്ഞു പോയത് മൂക്കണം. പക്ഷേ അപ്പോൾ നമ്മളാ മല്ലി അമ്മ വറുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ഇടാം. കണ്ടോ, ഇത് സാമ്പാറിൻ്റെ മുളകാണ്. സാമ്പാറിന് പൊടിക്കാൻ വേണ്ടി എടുത്ത മുളക്. ചട്ടി സാമ്പാറിൻ്റെ
അല്ല മുളക് ഇട്ട ചട്ടി ഇച്ചിരി ചെറുതായിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാനിത് മൂപ്പിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ മുളകും വറുത്തിട്ടുണ്ട് കേട്ടോ, മുളകും വറുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സാമ്പാർ പരിപ്പ്, അരി, ജീരകം, ഉലുവ, അതിലാദ്യം നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്ത് അരി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇത്ര ഇട്ട് കൊടുക്കാം, കാരണം അരിക്ക് മൂപ്പ് കൂടുതലുണ്ട്. അപ്പോൾ അരി ചെറുതായിട്ട് ഇതാ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂപ്പാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉലുവയും ജീരകവും സാമ്പാർ പരിപ്പും കുരുമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ നല്ലോണം മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് കാന്താരി ചിക്കൻ ബിരിയാണി വെക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് കേൾക്കാൻ മതി. അപ്പോൾ നമുക്ക് കുറച്ച് കാന്താരി ചിക്കൻ ബിരിയാണി വെക്കാം. അപ്പോൾ അതിനായിട്ട് കുറേ കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും കൂടെ അങ്ങോട്ട് ഇടാം. അതിനകത്ത് പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഈ ചിക്കൻ മസാലയ്ക്ക് പൊടി മാത്രമേ ഞാൻ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇതാ ഇത് നല്ലോണം മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇതാണ്ടേ പൊടി ഇതെല്ലാം കൂടെ മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വല്പം കൂടെ മൂക്കണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ബിരിയാണി വെക്കാനുള്ളതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും, കറിവേപ്പിലയും, കാന്താരി എല്ലാം ചതച്ചിട്ടിട്ടുണ്ട്. ഒരു സവാളയും ഒരു തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഇടാം. സവാളയൊക്കെ ഒന്ന് വഴറ്റി വരട്ടെ. അപ്പോഴത്തേന് നമ്മുടെ നാണ്ട് പൊടികളൊക്കെ കണ്ട അപ്പം മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മൂത്തിട്ടുണ്ട്. നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തട്ടിയിട്ടാം. ഇട്ടിട്ട് നമുക്ക് ചിക്കൻ മസാലയുടെ പൊടികൾ പറക്കാം. നമ്മളപ്പോൾ സാമ്പാർ പരിപ്പിൻ്റെ എല്ലാം മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ മസാലയുടെ ആദ്യം ഞാൻ മുളക് മൂപ്പിക്കുകയാണേ. മുളക് ചെറുതായിട്ട് 2 ട്രിപ്പായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് മൂക്കട്ടെ. ഇതിനകത്തോട്ട് സവാളയും തക്കാളിയും എല്ലാം വയണ്ടത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കേ. ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം, അത് വേറെ പ്രത്യേകിച്ച് ഒരു മസാല ഇടുന്നില്ല കേട്ടോ. കുറച്ച് ചിക്കൻ പൊടി മസാല മാത്രം ഞാൻ പൊടിക്കുമ്പോൾ ഇടത്തുള്ളൂ, വേറെ ഒന്നും ഇടത്തില്ല. ഇത് നല്ല വഴറ്റിയിട്ട് നേരത്തെ അരച്ചതിൻ്റെ കാന്താരി അരച്ചതിൻ്റെ കുറച്ച് വെള്ളം, ഇത്ര മാത്രം മതി. ഞാൻ ആ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ നല്ലോണം വെന്ത് വരട്ടെ. അപ്പോൾ അതാണ്ട് കറിവേപ്പിലയും മുളകും വറുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാലയ്ക്ക് നിന്ന് മല്ലിയും കൂടെ നമുക്ക് വറുക്കണം. നമ്മളിവിടുത്തെ ചിക്കൻ കണ്ടോ എല്ലാം വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരുവാകുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കണം. നമ്മളിവിടെ 3/4 വേവ് വേവിച്ച് വെച്ചേക്കുന്ന ചോറാണ്. അപ്പോൾ നമുക്കത് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ ഇതിനകത്ത് വേണം നമുക്കിത് ആവിയേറാം. നമുക്ക് റൈസെല്ലാം ഇട്ട് കൊടുക്കാം. റൈസൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ്. റൈസ് ഇട്ട് കൊടുത്ത് ഇതാ നല്ലോണം അങ്ങോട്ട് ചെറിയ തീയിൽ അങ്ങോട്ട് നമുക്ക് ആക്കിയതിന് ശേഷം ഒരു തുള്ളി വെള്ളം അത് നമ്മൾ ഈ കരിയാതിരിക്കുക അതിൻ്റെ ഇങ്ങനെ എന്നിട്ട് ചോറിന് കൊണ്ട് ആവിയേറാനോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് പിന്നെ നെയ്യ് നമുക്ക് ആ ചോറിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇടാം. അയ്യോ ഉണ്ടോ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഇട്ടു കണ്ട. ഇനി അത് ചെറിയ തിരിഞ്ഞ് വെന്ത് ഉരിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ചെറിയ തീയിലിരുന്ന് വെന്ത് ആയി വരട്ടെ. അടച്ചു വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ മസാലയുടെ സാധനങ്ങൾ ബാക്കി കൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മല്ലി കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടേ ബിരിയാണിയുടെ ചോറും ചിക്കനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചോറൂടെ വേവണ്ടേ, ഒന്ന്
ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചെറിയ തീയിൽ ഒന്നുകൂടെ വെച്ച് ആവിയായി വേണ്ട. ആവിയിലിരുന്ന് ചെറിയ തീയിൽ കേട്ടോ. അപ്പം നമ്മുടെ അതാണ്ടേ മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ തട്ടിയിട്ട് ഞാൻ വെക്കും. എന്നിട്ട് ഇത് നല്ലോണം തണുക്കണം. നല്ല തണുത്തതിന് ശേഷം പൊടിക്കാൻ നേരത്ത് കാണിക്കാം. അപ്പം സാമ്പാറിൻ്റെ ഇതും പൊടിക്കാനുള്ള മസാല നല്ല തണുത്തിട്ടുണ്ട്. ചിക്കൻ്റെയും നല്ല തണുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം സാമ്പാറിൻ്റെ പൊടിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ പൊടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ആദ്യം പൊടിച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ മസാലയുടെ മുകളിൽ സാമ്പാറിനകത്ത് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം സാമ്പാർ പൊടിക്കാം. അപ്പോൾ ആദ്യം കുറേശ്ശെ നല്ല തണുത്തിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഓവറായിട്ട് തണുത്ത് കഴിഞ്ഞാൽ അത് പൊടിയത്തില്ല. കണ്ടോ, നല്ല കറുമുറാന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിനകത്ത് ഇടാനുള്ള മഞ്ഞപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളെ സാമ്പാർ പൊടിയെല്ലാം പൊടിച്ചിട്ടുണ്ട് കണ്ടോ. കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ടാണ് പൊടിച്ചത് കണ്ടോ. സൂപ്പർ മണമാണ്, അടിപൊളി മണം കേട്ടോ. കണ്ടോ, ഇത്രയും സാമ്പാർ പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന് തണുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കുന്നുള്ളൂ. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ അടുത്തത് ചിക്കൻ മസാലയുടെ പൊടി. അതെന്താ ആ മിക്സി തന്നോ ഞാൻ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട് നനവില്ലാതെ. അപ്പം നമുക്ക് അതിനകത്തോട്ട് ചിക്കൻ മസാലയുടെ പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ മസാല എന്താ പൊടിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ മണം, അടിപൊളി മണം കേട്ടോ. മണം ടേസ്റ്റ് കാണും. ഇത് മണത്ത് ഇവിടെ കിടന്ന് തുമ്മുക. അപ്പം നമുക്ക് സാമ്പാർ പൗഡർ ആറിയിട്ടുണ്ട്, മസാലപ്പൊടി ആറിയിട്ടുണ്ട്. ഞാൻ 2 ടീനും ഒരേ കണക്ക് എടുത്തുകൊണ്ട് ഞാൻ ആ പേരെഴുതി വെച്ചു, ചിക്കനും ബീഫ് മസാലയും സാമ്പാറും. അപ്പം നമുക്കിത് രണ്ടും പാക്ക് ചെയ്യാം. അത് നമുക്ക് സാമ്പാർ പൊടി പാക്ക് ചെയ്യാം. അപ്പം നമ്മൾ ചോറിനാൻ പോകണം. നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ? അപ്പം ഞാൻ ചോറ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ചൂടാക്കി കാന്താരി ബിരിയാണി കഴിക്കുക. നമുക്ക് വിളമ്പാം. ഇവിടെ തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, സാലഡുണ്ട്, പിന്നെ 2 കഷ്ണം ചിക്കൻ പൊരിച്ചത്, പിന്നെ നാരങ്ങ അച്ചാറ്. ഞാൻ ബിരിയാണി വിളമ്പട്ടെ. ഞാൻ ബിരിയാണി വിളമ്പി കഴിക്കട്ടെ. അപ്പം നമ്മൾ ഇത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇർഫാൻ ചിക്കൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ വാങ്ങിച്ചതാ നല്ല ഭാഗം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഉപ്പുനീര് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മളിന്ന് ഉണ്ടാക്കിയ നമ്മുടെ മസാലയില്ലേ, അപ്പോൾ അതാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇത് മസാലയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്തതാണ്. അത് ഒരു നുള്ളു മുളക് പൊടി നമുക്ക് കളറിന് ചേർക്കും. കളറിന് ഒരു 1 സ്പൂൺ 1/2 സ്പൂൺ മുളക് പൊടി. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക. ചട്ടി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ ഇതിനകത്ത് ഉപയോഗിക്കാവേ. എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അത് നമ്മൾ വേണ്ടേ ഇത് നല്ല വൃത്തിയായിട്ടാണ് മസാല പിടിപ്പിക്കണം. തേച്ച് നല്ലവണ്ണം മസാല ഇതിനകത്തെല്ലാം പിടിക്കണേ. ഉപ്പ് നീരൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എരി വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടികൾ ചേർക്കാം. പക്ഷേ നമുക്ക് ഇത്രയും മതി. നല്ല എരിയുണ്ട്. നല്ല എരിയുണ്ട്. ഒരു നുള്ളു ഉപ്പുനീരിൻ്റെ കുറവുണ്ട്. നമുക്ക് സ്വല്പം ഉപ്പുനീര് ഒഴിക്കും. കുറച്ച് ഉപ്പുനീരോട് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാണ്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പീസും
ഇത് ഇന്ന് തേച്ചിട്ട് നാളെ എടുത്തുണ്ടാക്കുന്ന ഒന്നുകൂടെ ടേസ്റ്റ്. കാരണം ആ മസാലകളെല്ലാം പിടിക്കുകയും ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെച്ചേക്കുന്നത് അടിപൊളിയാണ്. നമുക്ക് ഈ മസാല ഇതിൻ്റെ പുറത്ത് നിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ടുള്ള ക്രീം ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഇഫ ചിക്കൻ ഉണ്ടാക്കുന്ന ക്രീം ഉണ്ടാക്കാം. അപ്പം നമ്മൾ അതിനകത്ത് കണ്ട് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ബട്ടർ വേണം. ബട്ടർ ഇട്ട് പിന്നെ നമ്മുടെ ചീസിൻ്റെ ഒരു പീസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ചീസ് പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പറഞ്ഞാൽ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും ഫ്രഷ് ക്രീം കൂടെ ചേർക്കാം. കണ്ടോ, ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലോണം അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ക്രീമൊക്കെ താണ്ടെ പുഴുങ്ങിയ മുട്ടയും ഇട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതാ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ക്രീം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, ഇനി നമുക്കിത് തീ കൂട്ടാം. ഈ തീക്കകത്ത് ഈ ക്രീം നല്ല കുറുകി വരും. കുറുകി വരുമ്പോൾ നമുക്ക് അതിൻ്റെ പുറത്ത് ചീസിടാം. അപ്പോൾ ക്രീമിനകത്ത് കുറുകി വരട്ടെ. അപ്പം നമ്മുടെ ക്രീമൊക്കെ നല്ല വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. അത് അപ്പോഴേ ഇളക്കി വെക്കേണ്ട ചീസ് അത് പാത്രത്തിൽ വെച്ചോണ്ടേ അതങ്ങ് ഒട്ടിപ്പിടിച്ച്. അപ്പം നമ്മുടെ ഇഫ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അപ്പം നമ്മളിത് ഓഫ് ചെയ്യുക. അപ്പം ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ആണ്ടേ ബട്ടർ നാനാണ്. അപ്പോൾ ആ ബട്ടർ നാനും കൂട്ടി കഴിക്കാൻ പോകും. അപ്പോൾ എല്ലാവരും ആഹാരം കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണസദ്യയൊക്കെ ഒരുക്കി സന്തോഷമായിട്ടിരിക്കുക. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ടാറ്റ.